ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡിംഗ് വേവ്സിനെ കുറിച്ചാണ്. +1 ഹയർ സെക്കൻഡറി ഫിസിക്സ് എക്സാമിനേഷൻസിന് ഒരുപാട് തവണ റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള ടോപ്പിക്കാണ് സ്റ്റാൻഡിംഗ് വേവ്സ്. ആദ്യമായി എന്താണ് സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന് നോക്കാം. It is a wave which oscillates in time but whose amplitude profile does not move in space. അതായത് ടൈമിനനുസരിച്ച് വേരി ചെയ്യാത്ത വേവുകളെയാണ് സ്റ്റാൻഡിംഗ് വേവ്സ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ്സ് എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവുകൾ കൺസിസ്റ്റ് ചെയ്യുന്ന kx മൈനസ് ഒമേഗ ടി എന്ന് പറയുന്ന ടേം കൺസിസ്റ്റ് ചെയ്യാത്ത വേവുകളെ നമുക്ക് സ്റ്റാൻഡിംഗ് വേവുകളായി കൺസിഡർ ചെയ്യാം. ഇനി എങ്ങനെയാണ് ഒരു സ്റ്റാൻഡിംഗ് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി നമ്മളൊരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് കൺസിഡർ ചെയ്യുന്നു. അതിന്റെ ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും. ലെഫ്റ്റ് എൻഡിൽ നിന്നും നമ്മൾ ഒരു സിനുസോയ്ഡൽ വേവ് ഫോമിനെ ജനറേറ്റ് ചെയ്യുന്നു റൈറ്റ് എൻഡിലേക്ക്. റൈറ്റ് എൻഡിൽ എത്തിച്ചേർന്ന ശേഷം ആ സിനുസോയ്ഡൽ വേവ് ലെഫ്റ്റ് എൻഡിലേക്ക് റിഫ്ലക്ട് ചെയ്ത് ട്രാവൽ ചെയ്യും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നുമുള്ള കണ്ടിന്യൂസ് ആയുള്ള വേവ് പ്രൊഡക്ഷൻ കാരണം വേവുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യും. ഈ ഓവർലാപ്പിംഗിന്റെ ഫലമായി ഹയർ ആംപ്ലിറ്റ്യൂഡുള്ള റീജിയനും ലോവർ ആംപ്ലിറ്റ്യൂഡുള്ള റീജിയനും ജനറേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ ജനറേറ്റ് ചെയ്ത ഹയർ ആംപ്ലിറ്റ്യൂഡ് റീജിയനെ ആന്റിനോഡുകൾ എന്നും ലോവർ ആംപ്ലിറ്റ്യൂഡ് റീജിയനെ നോട്ട്സ് എന്നും ഇവ ആന്റിനോഡുകളായി, ഇത് നോഡുകളുമായിരിക്കും. അടുത്തതായി നമുക്ക് ഒരു സ്റ്റാൻഡിംഗ് വേവിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് നോക്കാം. അതിനാദ്യമായി നമ്മൾ കൺസിഡർ ചെയ്യുന്നു ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. y1 is equal to a sin kx minus omega t. ഇതൊരു പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ ആണ്. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു വേവിന്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും, അതായത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് വരുന്ന റിഫ്ലക്റ്റിംഗ് വേവിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. y2 is equal to a sin kx plus omega t. Then ഈ രണ്ട് വേവുകളും പരസ്പരം സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. അതിന്റെ ഫലമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതായത് y is equal to y1 plus y2. y1ന്റെയും y2ന്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. That is equal to a sin kx minus omega t plus a sin kx plus omega t. Then ഇതിൽ നമുക്ക് a കോമൺ ചെയ്യാം. Then we can write equal to a sin kx minus omega t plus sin kx plus omega t. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേം എന്ന് പറയുന്നത് സൈൻ എ പ്ലസ് സൈൻ ബി ഫോമിലാണ്. എന്താണ് സൈൻ എ പ്ലസ് സൈൻ ബി? ഇറ്റ് ഈസ് 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. ഈ ഫോർമുല ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we can write equal to a into 2 sin എയുടെ സ്ഥാനത്ത് ഇവിടെയുള്ള ക്വാണ്ടിറ്റി kx മൈനസ് ഒമേഗ ടിയും ബിയുടെ സ്ഥാനത്ത് ഇവിടെയുള്ള ക്വാണ്ടിറ്റി kx പ്ലസ് ഒമേഗ ടിയും. then sin a പ്ലസ് ബി ബൈ 2, എക്ക് പകരം kx മൈനസ് ഒമേഗ ടി പ്ലസ് kx പ്ലസ് ഒമേഗ ടി divided by 2 and cos kx minus omega t minus
kx plus omega t divided by 2. Then ഈ ലാസ്റ്റ് ഇക്വേഷനെ നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുന്നു. So we get y is equal to a into 2 sin kx minus omega t plus kx plus omega t. ഇതിൽ മൈനസ് ഒമേഗ ടിയും പ്ലസ് ഒമേഗ ടിയും ക്യാൻസൽ ആയി. പിന്നെയുള്ളത് kx plus kx ആണ്. kx plus kx 2kx ആണ്. 2kx divided by 2. 2 and 2 cancel ചെയ്താൽ we get kx. കോസിന്റെ ടൈം നോക്കാം. ഇവിടെ kx മൈനസ് ഒമേഗ ടി മൈനസ് ഓഫ് kx ആയിരുന്നു, അത് മൈനസ് kx പ്ലസ് ഒമേഗ ടിയും മൈനസ് ഒമേഗ ടി ആയിട്ട് മാറും. അങ്ങനെ മൈനസ് ടൈമും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ മൈനസ് ഒമേഗ ടി ബൈ 2. minus omega t minus 2 omega t, then divided by 2, 2 cancel, we can write minus cos omega t. So it is equal to 2a sin kx, then cos minus x ആണ്, so we can write cos minus omega t cos omega t. So we get y is equal to 2a sin kx cos omega t. This is the equation for a standing wave. അപ്പോൾ നമുക്ക് സ്റ്റാൻഡിംഗ് വേവിന്റെ ഇക്വേഷൻ കിട്ടി. y is equal to 2a sin kx cos omega t. ഇതിൽ cos omega t എന്ന് പറയുന്നത് വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. അതിനു മുൻപ് കിടക്കുന്ന കോഎഫിഷ്യന്റ് ആയി കിടക്കുന്ന 2a sin kx എന്ന് പറയുന്ന പോർഷൻ ആയിരിക്കും ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് ഈ സ്റ്റാൻഡിംഗ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇക്വേഷൻ ആണ് 2a sin kx. So we get amplitude of a standing wave. ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് ആന്റി നോഡിന്റെയും നോഡിന്റെയും ഇക്വേഷനിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് നോഡിന്റെ കണ്ടീഷൻ നോക്കാം. നോഡ് എന്ന് പറയുന്നത് മിനിമം ആംപ്ലിറ്റ്യൂഡ് റീജിയൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആയ 2a sin kx ന്റെ വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും. 2a sin kx 0 ആകണമെങ്കിൽ sin kx ഈക്വൽ ടു 0 ആവണം. sin kx 0 ആകണമെങ്കിൽ kx is equal to n pi ആയിരിക്കും, where n is equal to 0, 1, 2, etc. Then we know that k is equal to 2 pi by lambda. Angular wave number k is equal to 2 pi by lambda. So ഈ വാല്യൂ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get 2 pi by lambda into x is equal to n pi. Then ഇവിടെ നിന്നും പൈയും ക്യാൻസൽ ചെയ്യാം. അവിടെ നിന്നും x is equal to നമുക്ക് കിട്ടും n lambda divided by 2. ഇത് എന്ത് നോഡിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ പൊസിഷന്റെ ഇക്വേഷൻ ആണ്. ദെൻ തൊട്ടടുത്ത ഒരു നോഡ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതായത് n+1 നോഡ്, അതായത് xn+1, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നിട്ട് പകരം n+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get n+1 into lambda by 2. അങ്ങനെ തൊട്ടടുത്തടുത്ത രണ്ട് നോഡുകളുടെ ഇക്വേഷൻസ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതായത് ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി, xn+1 minus xn, that is equal to n+1 into lambda by 2 minus n lambda by 2. lambda by 2 കോമൺ ചെയ്താൽ lambda by 2 into n+1 minus n. n ക്യാൻസൽ ചെയ്യാം, then we get lambda by 2. അതായത് രണ്ട് അടുത്തടുത്ത നോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് lambda by 2 ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് ആന്റി നോഡ്സിനെ കുറിച്ച് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിട്ടുള്ള സ്റ്റാൻഡിംഗ് വേവിലെ റീജിയൻസ് ആണ് ആന്റി നോഡ്സ്. അതായത് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആണെങ്കിൽ sin kx ന്റെ വാല്യൂ മാക്സിമം ആവണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും.
സൈൻ കെ എക്സ് 1 ആകണമെങ്കിൽ കെ എക്സ് ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻറ്റു പൈ ബൈ 2 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ഇവിടെ n എന്ന് പറയുന്നത് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര ആയിരിക്കും. ദെൻ കേക്ക് പഴയ പോലെ തന്നെ 2π ബൈ ലാംഡ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2π ബൈ ലാംഡ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻറ്റു പൈ ബൈ 2. പൈയും പൈയും ക്യാൻസൽ ചെയ്യാം. ദെൻ ഇവിടെ നിന്നും എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 2n പ്ലസ് 1 ഇൻറ്റു ലാംഡ ബൈ 4. ഇത് എന്ത് ആന്റിനോഡിന്റെ ഇക്വേഷൻ ആണ്? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ആന്റിനോഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n പ്ലസ് 1 ആന്റിനോഡിൻ്റെതായിരിക്കും. അതായത് എക്സ് n പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. എന്നിന് പകരം n പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു ലാംഡ ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2n പ്ലസ് 2 പ്ലസ് 1 into lambda by 4 that is equal to 2n plus 3 lambda by 4. x plus xn plus 1 x എന്തും ആന്റിനോഡ്സിന്റെയും ഇക്വേഷൻസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ അടുത്തടുത്ത രണ്ട് ആന്റിനോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം, അവയുടെ ഡിഫറൻസ്. അതായത് xn plus 1 minus xn that is equal to 2n plus 3 into lambda by 4 minus 2n plus 1 lambda by 4. Lambda by 4 common ചെയ്ത lambda by 4 into 2n plus 3 minus 2n plus 1 equal to bracket open ചെയ്തു കഴിഞ്ഞാൽ 2n plus 3 minus 2n minus 1 that is equal to lambda by 4 into 2n ഉം 2n cancel 3 minus 1 2 that is equal to lambda by 2 എന്ന് കിട്ടും. അതായത് അടുത്തടുത്ത രണ്ട് ആന്റിനോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിലും വാല്യൂ ലാംഡ ബൈ 2 ആയിരിക്കും. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ആന്റിനോഡുകളായാലും നോഡുകളായാലും അടുത്തടുത്ത രണ്ട് എണ്ണത്തിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ലാംഡ ബൈ 2 ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ആന്റിനോഡിനും നോഡിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ലാംഡ ബൈ 4 ഈക്വൽ ആയിരിക്കും. ഐ റിപ്പീറ്റ്, ആന്റിനോഡിന്റെയും നോഡിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ലാംഡ ബൈ 4ഉം രണ്ട് ആന്റിനോഡുകൾക്കിടയിലുള്ളത് അല്ലെങ്കിൽ രണ്ട് നോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാംഡ ബൈ 2 ആയിരിക്കും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡിംഗ് വേവ്സിന്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. മെയിൻ ആയിട്ട് നമുക്ക് 3 ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന്, സ്റ്റാൻഡിംഗ് വേവ്സ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. ആദ്യമായി എന്താണ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് എന്ന് നോക്കാം. അതായത് രണ്ട് റിജിഡ് സപ്പോർട്ടുകളിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ട്രിംഗ് ആണ് ഇതിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഇവയുടെ വൈബ്രേഷൻസിനെ നമ്മൾ നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് മോഡാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷനിൽ ഇങ്ങനെയായിരിക്കും ഇതിന്റെ വൈബ്രേഷൻ. അതായത് രണ്ട് ആന്റിനോഡുകളും രണ്ട് നോഡുകളുമായിരിക്കും ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് മോഡിലേക്ക് നമ്മൾ പോയാൽ ഇവിടെ 4 ആന്റിനോഡുകളും 3 നോഡുകളുമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തേർഡ് മോഡ് ഓഫ് വൈബ്രേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ 6 ആന്റിനോഡുകളും 4 നോഡുകളുമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷനിൽ 2 ആന്റിനോഡും 2 നോഡുകളും, സെക്കൻഡ് മോഡിൽ 4 ആന്റിനോഡുകളും 3 നോഡുകളും, തേർഡിൽ 6 ആന്റിനോഡുകളും 4 നോഡുകളുമായിരിക്കും. അപ്പൊ നമുക്ക് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് മനസ്സിലായി. ദെൻ നമുക്ക് ഈ ഓരോ മോഡ് ഓഫ് വൈബ്രേഷനിലെയും ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആണ് ഇനി ഡെറൈവ് ചെയ്യേണ്ടത്. ആദ്യമായി ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് നമുക്ക് L ആയിട്ട് എടുക്കാം. ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ
ഇവിടെ രണ്ട് നോഡുകളാണ് രണ്ട് എൻഡുകളിലും ഉള്ളത്. അതായത് രണ്ട് അടുത്തടുത്ത നോഡുകൾ. ഈ രണ്ട് അടുത്തടുത്ത നോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് λ/2 ഈക്വൽ ആയിരിക്കും. നമ്മൾ ആൾറെഡി ഡെറൈവ് ചെയ്ത് വെച്ച സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം L is equal to, ഫസ്റ്റ് മോഡിന്റെ കേസാണ് നമ്മൾ എഴുതുന്നത്, L is equal to λ/2. അവിടെ നിന്ന് നമുക്ക് λ is equal to എന്ത് എഴുതാം, 2L എന്ന് എഴുതാം. Then frequency equation nu1, ഫസ്റ്റ് ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ nu1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. nu1 is equal to v/λ ആണ് ഇക്വേഷൻ. ലാംഡയ്ക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് we get nu1 is equal to v/2L. ഈ v/2L എന്ന് പറയുന്ന വാല്യൂവിനെയാണ്, അല്ലെങ്കിൽ nu1 എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ഈക്വൽ ടു v/2L. അതിനെ ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് മോഡ് വൈബ്രേഷണൽ ഫ്രീക്വൻസി. നമുക്കിനി സെക്കൻഡ് മോഡിലേക്ക് പോകാം. സെക്കൻഡ് മോഡിൽ നോക്ക്, 3 ആന്റിനോഡുകളാണ്. അടുത്തടുത്ത 2 ആന്റിനോഡുകൾക്കിടയിലുള്ളത് λ/2 ആണ്. അതായത് ഇതിന്റെ ടോട്ടൽ ലെങ്ത് L എന്ന് പറയുന്നത് λ/2 പ്ലസ് λ/2 ആയിരിക്കും. അതായത് ഈക്വൽ ടു λ ആയിരിക്കും. അവിടെ നിന്ന് ഫ്രീക്വൻസി nu2 is equal to നമുക്ക് കിട്ടും v/L ആണ്. ഈ v/L ൽ മുകളിലും താഴെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2 into v/2L എന്ന്. ഈ v/2L പകരം നമുക്ക് nu1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് 2 into nu1. അതായത് സെക്കൻഡ് മോഡ് വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസിയുടെ 2 ടൈംസ് കൂടുതലാണ്. ഈ ഫ്രീക്വൻസി നമ്മൾ സെക്കൻഡ് മോഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി എന്ന് വിളിക്കും, അല്ലെങ്കിൽ മറ്റൊന്നു കൂടി വിളിക്കാം സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി നമുക്ക് കിട്ടി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിക്ക് ശേഷം എഴുതുന്ന ഫ്രീക്വൻസിയുടെ കോയിഫിഷ്യന്റ് നോക്കിയാണ് നമ്മൾ ഹാർമോണിസിറ്റി സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇവിടെ 2 ആയതുകൊണ്ട് നമുക്ക് വിളിക്കാം സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി. ഇത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, ഇത് സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി. പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന നോഡുകളുടെയും ആന്റി നോഡുകളുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓവർടോൺ ഫ്രീക്വൻസി. അതായത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിക്ക് ശേഷം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ഫ്രീക്വൻസിയാണ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി, സെക്കൻഡ് ഓവർടോൺ ഫ്രീക്വൻസി എന്ന് റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി അല്ലെങ്കിൽ സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ സെക്കൻഡ് മോഡ് വൈബ്രേഷണൽ ഫ്രീക്വൻസി. നമുക്ക് തേർഡിലേക്ക് പോകാം. തേർഡിൽ 3 റീജിയൻസ് ആണുള്ളത്. λ/2 3 റീജിയൻസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് L എന്ന് പറയുന്നത് 3 λ/2 ആയിരിക്കും. അവിടെ നിന്നും λ is equal to നമുക്ക് എഴുതാം 12/3 എന്ന്. ഫ്രീക്വൻസി ഒന്ന് ഡിറ്റർമൈൻ ചെയ്ത് നോക്കാം. nu3 is equal to v/12/3. that is equal to 3v/12. 12 എന്ന് പറയുന്നത് nu1 ആണ്. therefore 3 into nu1. അതായത് ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസിയുടെ 3rd ടൈംസ് ഗ്രേറ്റർ ആയിരിക്കും തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ തേർഡ് മോഡ് വൈബ്രേഷണൽ ഫ്രീക്വൻസി. തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി എന്ന് വിളിക്കാനുള്ള കാരണം 3 ആണ് കോയിഫിഷ്യന്റ് ആയി വന്നത്. ഇവിടെ ഫസ്റ്റ് ഓവർടോൺ ആയിരുന്നുവെങ്കിൽ ഇത് സെക്കൻഡ് ഓവർടോൺ ഫ്രീക്വൻസി എന്നറിയപ്പെടും. ഇനി നമുക്ക് അടുത്ത മോഡ്, 4th മോഡാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ nu4 is equal to നമുക്ക് 4nu1 എന്നായിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഇക്വേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഫ്രീക്വൻസീസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ജനറൽ ആയിട്ടൊരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, അതായത് nu1 is to nu2 is to nu3, ഈ ഫ്രീക്വൻസിയുടെ റേഷ്യോ ഏകദേശം 1 is to 2 is to 3 ആയിരിക്കും. മിക്കപ്പോഴും ഈ റേഷ്യോസിനെ ഡെറൈവ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം. ക്ലോസ്ഡ് പൈപ്പ്. ഒരു എൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പുകളെയാണ് നമ്മൾ ക്ലോസ്ഡ് പൈപ്പ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നമ്മുടെ റെസൊണൻസ് കോളം.
റെസണൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന റെസണൻസ് കോളം ക്ലോസ്ഡ് പൈപ്പിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇവിടെയും നമ്മൾ 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ്. നോക്കിക്കേ, ഫസ്റ്റ് മോഡിൽ ഒരു നോഡും 2 ആന്റി നോഡുമാണ്. സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷനിൽ 2 നോഡുകളും 4 ആന്റി നോഡുകളുമാണ്. തേർഡ് വൺ ആണെങ്കിൽ 3 നോഡുകളും 6 ആന്റി നോഡ്സുമാണ്. ദെൻ നമുക്ക് പഴയ പോലെ തന്നെ ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യാം. ആദ്യം L is equal to, ഇവിടെ ആന്റി നോഡും നോഡുമാണ്. ഒരു ആന്റി നോഡിനും നോഡിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ആൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, λ/4 ആണ്. 2 നോഡുകൾക്കിടയിലുള്ളത് λ/2, 2 ആന്റി നോഡുകൾക്കിടയിലുള്ളത് λ/2, ഒരു ആന്റി നോഡിനും നോഡിനും ഇടയിലുള്ളത് λ/4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് L is equal to λ/4 ആയിരിക്കും. അവിടെ നിന്ന് നമുക്ക് λ is equal to 4L എന്ന് കിട്ടും. ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യാം. μ1 is equal to V/λ ആണ്. ലാംഡയ്ക്ക് പകരം 4L. This is the fundamental frequency of a closed pipe. അല്ലെങ്കിൽ അതിനെ ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി എന്ന് വിളിക്കാം. ദെൻ നമുക്ക് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷനിലേക്ക് പോകാം. ഇവിടെ 2 നോഡുകൾക്കിടയിലുള്ളത് λ/2, ആന്റി നോഡിനും നോഡിനും ഇടയിലുള്ളത് λ/4 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് L is equal to λ/4 plus λ/2 ആണ്. That is equal to 4λ plus 2λ divided by h, 6λ/h or 3λ/4. അവിടെ നിന്നും λ is equal to നമുക്ക് കിട്ടും 4L divided by 3L. Or frequency nu2 is equal to, we can write V/4L/3. 3 മുകളിലേക്ക് പോയാൽ 3V/4L. V/4L ന് പകരം nu1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we get 3 into nu1. അതായത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയെക്കാളും 3 ടൈംസ് ഗ്രേറ്റർ ആണ് സെക്കൻഡ് മോഡ് ഓഫ് ഫ്രീക്വൻസി. അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയെ നമുക്ക് തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി എന്ന്, അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി എന്ന് വിളിക്കും. അപ്പോൾ ഇത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/4L, ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി അല്ലെങ്കിൽ സെക്കൻഡ് മോഡ് വൈബ്രേഷൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി. ദെൻ നമുക്ക് സെക്കൻഡ് ഓവർടോൺ ഫ്രീക്വൻസി എന്ന് കണ്ടുപിടിച്ച് നോക്കാം. L is equal to, ഇവിടെ നോക്ക്, 2 ആന്റി നോഡ് λ/4, സോറി 2 നോഡുകൾ λ/4, ആന്റി നോഡ് ആൻഡ് നോഡ് λ/2. ടോട്ടൽ λ/4 പ്ലസ് λ/4 പ്ലസ് തേർഡ് മോഡിലേക്ക് പോകാം. 2 നോഡുകൾ λ/2, നോഡുകൾ λ/2, നോഡ് ആൻഡ് ആന്റി നോഡ് λ/4. Then total length L is equal to, we can write λ/2 plus λ/2 plus λ/4 ആണ്. That is equal to λ plus λ/4 or equal to 4λ plus λ divided by 4 or 5λ divided by 4. അവിടെ നിന്നും λ is equal to 4L divided by 5 എന്ന് കിട്ടും. Or frequency nu3 is equal to V/4L/5 or equal to 5 into V/4L. V/4L എന്ന് പറയുന്നത് nu1 ആണ്. So we can write 5 into nu1. അതായത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയെക്കാളും 5 ടൈംസ് ഗ്രേറ്റർ ആണ് തേർഡ് മോഡ് വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് കിട്ടി. അതായത് ഇതിനെ നമുക്ക് ഫിഫ്ത്ത് ഹാർമോണിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ സെക്കൻഡ് ഓവർടോൺ ഫ്രീക്വൻസി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ തേർഡ് വൈബ്രേഷണൽ ഫ്രീക്വൻസി. നോക്കിക്കേ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/4L, ഫസ്റ്റ് ഓവർടോൺ ഫ്രീക്വൻസി 3nu1, സെക്കൻഡ് ഓവർടോൺ ഫ്രീക്വൻസി 5nu1, തേർഡ് ആയിരുന്നുവെങ്കിൽ 7nu1 മുതൽ, അതായത് ഓഡ് മൾട്ടിപ്പിൾസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഷ്യോ നമുക്ക് എഴുതാം. nu1:nu2:nu3 എന്ന് പറയുന്ന റേഷ്യോ 1:3:5 ആയിരിക്കും.
അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം. അടുത്ത ആപ്ലിക്കേഷൻ ഓപ്പൺ പൈപ്പാണ്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ അതേ ഫ്രീക്വൻസീസ് വാല്യൂ ആണ് ഓപ്പൺ പൈപ്പിന് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഫിഗർ ഒന്ന് ഫിഗറൈസ് ചെയ്ത് നിർത്താം. അതായത് ഇവിടെ ഫസ്റ്റ് മോഡ് വൈബ്രേഷൻ ആണ് ഇത്. 4 ആന്റിനോഡുകളും ഒരു നോഡുമാണ് ഫസ്റ്റ് മോഡിൽ. സെക്കൻഡ് മോഡിലേക്ക് വരുമ്പോൾ 2 നോഡുകളും 6 ആന്റിനോഡുകളുമാണ്. തേർഡ് മോഡിലേക്ക് വരുമ്പോഴോ 3 നോഡുകളും 8 ആന്റിനോഡുകളുമാണുള്ളത്. ഇവിടെ ഈ ആന്റിനോഡിനും നോഡിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് λ/4, നോഡിനും ആന്റിനോഡിനും ഇടയിലുള്ളത് λ/4. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ലെങ്ത് കിട്ടും L is equal to λ/4 plus λ/4 λ/2 ആണ്. അവിടെ നിന്നും λ is equal to 2L എന്ന് കിട്ടും. അങ്ങനെ ഫ്രീക്വൻസി ν1 is equal to V/2L എന്ന് കിട്ടും. അതായത് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ അതേ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയാണ് ഓപ്പൺ പൈപ്പിന്റെയും ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഈ ഇക്വേഷനിൽ നിന്നെല്ലാം നമുക്ക് അങ്ങനെ തന്നെ ഡിറൈവ് ചെയ്തെടുക്കാം. അങ്ങനെ ν2 is equal to നമുക്ക് കിട്ടും 2ν1 ν3 is equal to കിട്ടും 3ν1. അതായത് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ അതേ ഡെറിവേഷൻ തന്നെയാണ് ഓപ്പൺ പൈപ്പിന്റെ അതേ ഫ്രീക്വൻസീസ് വാല്യൂ. ഇവിടെ റേഷ്യോ വരുന്നത് ν1 ν2 ν3 എന്ന് പറയുന്നത് 1:2:3. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ റേഷ്യോ എങ്ങനെയായിരുന്നു പോയത് അതേപോലെ തന്നെയാണ് ഓപ്പൺ പൈപ്പിന്റെയും റേഷ്യോ. ഓപ്പൺ പൈപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻസ് ആയി വരുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയ ഫ്ലൂട്ട് പോലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളാണ്. നാദസ്വരം അതുപോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകൾ ഇതിന് എക്സാമ്പിൾസ് ആണ്. എല്ലാവർക്കും സ്റ്റാൻഡിംഗ് വേവ്സും അതിന്റെ ആപ്ലിക്കേഷൻസും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണും വരെ ബൈ.